Welcome to the second part. Right to freedom, Article 20 to 22. Article 20, we can discuss about Article 20 to 22 articles. Article 20, 21, 21A and 22. So in Article 20, it says it grants protection against arbitrary and excessive punishment to an accused person, whether citizen or foreigner, or legal person like a company or a corporation. It contains 3 provisions in that direction. So, Article 20 നൽകുന്ന ഒരു കൺവിക്ഷൻ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിയാക്കപ്പെടുന്ന ഒരാൾക്ക് നൽകുന്ന പ്രൊട്ടക്ഷൻ ആണ്. ഇതിന് 3 പ്രൊവിഷൻസ് ആണ് ഈ ഒരു ഡയറക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്നുള്ളതാണ്. 2, നോ ഡബിൾ ജിയോപാർഡി. 3, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. So what is no ex post fact law? That means no person shall be convicted of any offense except for violation of a law in force at the time of the commission of the act, nor subject to a penalty greater than that prescribed by the law in force at the time of the commission of the act. That means ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം കുറ്റകൃത്യം ചെയ്യുന്ന ടൈമിൽ ഒരു നിയമമില്ല, ആ നിയമത്തിൽ അല്ല അയാൾ ശിക്ഷിക്കപ്പെടുന്നത്. പിന്നീട് ഒരു നിയമം വരികയും ആ നിയമത്തിന് മുൻകാല പ്രാബല്യത്തോടെ ഇദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തിനെ പണിഷ് ചെയ്യാൻ പാടില്ല. ഒരു നിയമത്തിനും അങ്ങനെ മുൻകാല പ്രാബല്യത്തോടെ ഒരു കുറ്റവാളിയെ പണിഷ് ചെയ്യാൻ പാടില്ല. ആ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അതൊരു ഒഫൻസ് ആണെങ്കിൽ മാത്രമേ അത് പണിഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ. Second, no double jeopardy means protection against double jeopardy is available only in proceedings before a court of law or judicial tribunal. ഇതൊരു ജുഡീഷ്യൽ ട്രിബ്യൂണലോ അല്ലെങ്കിൽ ഒരു കോർട്ടിന്റെ പരിധിയിൽപ്പെടുന്നതിന് മാത്രമേ ഇത് ബാധകമുള്ളൂ. അല്ലാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലൊക്കെ ഇത് സാധാരണ നിൽക്കാറുണ്ട്. ഡബിൾ ജിയോപാർഡി മീൻസ് no person shall be prosecuted and punished for the same offense more than once. ഒരേ കുറ്റം ചെയ്തതിന്റെ പേരിൽ ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടു, അതേ കുറ്റത്തിന്റെ പേരിൽ വീണ്ടും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാണ് ഡബിൾ ജിയോപാർഡി പാടില്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പം ചില അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലൊക്കെ ചില ഇന്റേണൽ ആയിട്ടുള്ള നിയമ സംവിധാനത്തിലൊക്കെ ചിലപ്പം ഇത്തരം ശിക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരിക്കലും കോർട്ട് ഓഫ് ലോയിലോ അല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ട്രിബ്യൂണലിലോ ഇത്തരം ശിക്ഷാവിധികൾ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമതായി, നോ സെൽഫ് ഇൻക്രിമിനേഷൻ. നോ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഷാൽ ബി കമ്പൽഡ് ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാൾ, അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും അയാളുടെ ആ കുറ്റകൃത്യത്തിന്റെ വിറ്റ്നസ് ആയി അയാളെ തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ protection against self-incrimination extends to both oral evidence and documentary evidence. Documentary evidence എന്ന നിലയിലും ഓറൽ എവിഡൻസ് എന്ന നിലയിലും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഓറൽ എവിഡൻസ് പക്ഷെ ഒരു കുറ്റവാളിക്ക് ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെ ഒരു തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പം അവിടെ തെളിവുകൾ കാണിച്ചു തരേണ്ടി വരും. അപ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്, അതുപോലെ കമ്പൾഷൻ ടു ഗീവ് തമ്പ് ഇംപ്രഷൻ ആൻഡ് സ്പെസിമെൻ സിഗ്നേച്ചർ, ബ്ലഡ് സ്പെസിമെൻസ്, അതൊക്കെ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കുറ്റവാളിയിൽ നിന്ന് ഇതൊക്കെ എടുക്കേണ്ടി വരും. അതൊന്നും ഈ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ക്രിമിനൽ പ്രൊസീഡിങ്സിന് മാത്രമാണ് ഇത് ബാധകം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. സോ ആർട്ടിക്കിൾ 21 says no person shall be deprived of his life or personal liberty except according to procedure established by law എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ.
procedure established by law is taken from Japan Constitution, and due process of law is existing in US Constitution. Indian Constitution follows what procedure established by law and do not follow the due process of law which is in US Constitution. So ഇത് വലിയ വിവാദമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ 1950 AK Gopalan വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസിലാണ് ഇത് ആദ്യമായി ഈ ഒരു വെർഡിക്റ്റ് ആദ്യമായി വരുന്നത്. അന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു. ഒരു നാരോ വെർഡിക്റ്റ് ആയിരുന്നു, നാരോ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത്, സുപ്രീം കോർട്ട് held that the protection under Article 21 is available only against arbitrary executive action and not from arbitrary legislative action. So ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ കരുതിക്കൂട്ടി ഒരാൾക്കെതിരെ അയാളുടെ റൈറ്റ് ടു ലൈഫിനെയോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലിബർട്ടിയെയോ ഹനിക്കുന്ന വിധത്തിൽ എക്സിക്യൂട്ടീവ് ആക്ഷൻ വന്നാൽ അത് ഇൻവാലിഡ് ആണ്. അതേസമയം ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ വന്നാൽ അത് വാലിഡ് ആണ് എന്നാണ് സുപ്രീം കോടതി അന്ന് പറഞ്ഞത്. അത് ഈ ഒരു ആർട്ടിക്കിളിന്റെ പശ്ചാത്തലത്തിലാണ്. ഈ ആർട്ടിക്കിൾ പറയുന്നത് എങ്ങനെയാണ്? No person shall be deprived of his life or personal liberty except according to procedure established by law. Procedure established by law means ഒരു നിയമം അത് ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ, കൃത്യമായ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണെങ്കിൽ ആ നിയമത്തിന് സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിഭാവന ചെയ്യുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് വെച്ചാൽ ഒരു നിയമം ഉണ്ടാക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചു ആണോ എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ജസ്റ്റ് ആൻഡ് ഫെയർ മാനറിലാണോ, കൃത്യമായി നീതിയുക്തമായ രീതിയിലാണോ എന്നതുകൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും അവർ അതിന്റെ വാലിഡിറ്റി പരിശോധിക്കുക. അതുകൊണ്ടാണ് അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്ക് വരാൻ കാരണം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പിന്നീട് പലപ്പോഴും നമ്മൾ അറിയാവുന്നതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ എന്ന റൈറ്റ് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു ആക്ട് പാസ്സാക്കുന്ന, ലെജിസ്ലേച്ചർ പാസ്സാക്കുന്ന ഒരു ആക്ട് അത് കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ആക്ഷൻ അത് കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആണെങ്കിൽ തീർച്ചയായും അതിനെ ഇൻവാലിഡായി പ്രഖ്യാപിക്കാനുള്ള റൈറ്റ് സുപ്രീം കോർട്ടിനുണ്ട്, ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ അത് നിലനിൽക്കെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പറയുന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നൊരു കോണ്ടെക്സ്റ്റിലുള്ളതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടില്ല, അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ ആ ഒരു ആസ്പെക്റ്റ് ആയി കാണാൻ കഴിയും. അതുകൊണ്ട് പിന്നീട് 1978 മേനാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ ഇത് വീണ്ടും എടുത്തു പറയുകയും സുപ്രീം കോർട്ട് ആദ്യം ഉണ്ടായ ഗവർണർ കേസിലെ വെർഡിക്റ്റ് തിരുത്തുകയും ചെയ്തു. In Menaka case, the Supreme Court overruled its judgment in the Gopalan case by taking a wider interpretation of the Article 21. Therefore, it ruled that the right to life and personal liberty of a person can be deprived by a law provided by the procedure prescribed by that law is reasonable, fair and just. So, ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത് എന്താണ്? ഒരു നിയമം കൃത്യമായ പ്രൊസീജിയർ പാലിച്ചുണ്ടാക്കിയിട്ടുള്ള നിയമം, ഒപ്പം അത് ഫെയറും ജസ്റ്റും ആണെങ്കിൽ, അത് നീതിയുക്തവും ആണെങ്കിൽ അത് വാലിഡ് ആണ് എന്ന രീതിയിൽ അതിനെ വീണ്ടും എടുത്തു പറയുകയുണ്ടായി 1978 മേനാഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ. ആ ഒരു അർത്ഥത്തിൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആ ഒരു അർത്ഥത്തിലേക്ക് ഇവിടെ കടന്നു വന്നു. ആ ഒരു വെർഡിക്റ്റിലൂടെ അതിൻ്റെ ആ ഒരു സ്വഭാവം, ഡ്യൂ പ്രോസസ് ഓഫ് ലോയുടെ സ്വഭാവം ആ വെർഡിക്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയപ്പെടേണ്ട മറ്റൊരു കാര്യം. ആർട്ടിക്കിൾ 21 വളരെ വിവാദ ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ളത് ഈ രണ്ട് പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. ഇനി നമുക്ക് പോകാനുള്ളത് ആർട്ടിക്കിൾ 21A ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ആർട്ടിക്കിൾ 21A is right to education. The state shall provide free and compulsory education to all children of the age of 6 to 14 years in such manner as the state may be by law determined. So, in the 86th Constitutional Amendment Act of 2002, the Constitution, that means through the 86th Amendment Act of 2002, the provision was added to the Constitution. അതിനു മുമ്പ്, അതായത് ആർട്ടിക്കിൾ
45 of Directive Principles of State Policy, State Elementary Education, അല്ലെങ്കിൽ 14 വയസ്സ് വരെയുള്ള 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം എന്നുള്ള കാര്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെ കോർട്ട് വഴി എൻഫോഴ്സ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരിക്കലും അതിനെ ചലഞ്ച് ചെയ്യാൻ കഴിയാതിരുന്നൊരു പശ്ചാത്തലത്തിലാണ് സ്റ്റേറ്റ് ആയിട്ട് തന്നെ ഒട്ടേറെ കാലഘട്ടങ്ങൾക്ക് ശേഷം 86 അമെൻമെന്റ് ആക്ടിലൂടെ എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നൊരു കോൺസെപ്റ്റിലൂടെ 2002 ആ 86 അമെൻമെന്റ് ആക്ടിലൂടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി കൊണ്ടുവരുന്നത്. This amendment is a major milestone in the country's aim to achieve education for all. The government described this step as a dawn of the second revolution in the chapter of citizens' rights. Even before this amendment, the Constitution contained a provision for free and compulsory education for children under Article 45 in Part 4. However, being a directive principle, it was not enforceable by the courts. Now there is a scope for judicial intervention in this regard because it is ordered in the fundamental rights. And this amendment changed the subject matter of Article 45 in Directive Principles. It now reads, the state shall endeavor to provide early childhood care and education for all children until they complete the age of 6 years. And it also added a new fundamental duty under Article 51A. It shall be the duty of every citizen of India to provide opportunities for education to his child or ward between the age of 6 and 14 years. So, ആ ഒരു തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 21-ലും അതുപോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലും അതേപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിലും അതേപോലെ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആയിരുന്നു 86 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. അതിലൂടെ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആക്കി മാറ്റി ഫണ്ടമെന്റൽ റൈറ്റ് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. റൈറ്റ് ടു ഫ്രീഡത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 21A, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. സോ ലാസ്റ്റ് part of right to freedom, we are moving to the last article of right to freedom, that is right to right, that means protection against arrest and detention, which is in Article 22 of this section of this part, Article 22. So what is in Article 22? Article 22 has 7 clauses. The first clause says, no person who is arrested shall be detained in custody without being informed as soon as may be of the grounds for such arrest, nor shall he be denied the right to consult and to be defended by a legal practitioner of his choice. ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഗ്രൗണ്ടിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് കുറ്റകൃത്യം എന്നുള്ളത് അദ്ദേഹത്തോട് വെളിപ്പെടുത്തണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു പ്രാക്ടീഷണർ, ലീഗൽ പ്രാക്ടീഷണറിനെ കോണ്ടാക്ട് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ കൺസൾട്ട് ചെയ്യുന്നതിനുള്ള റൈറ്റ് നൽകുകയും വേണം. അതുപോലെ തന്നെ സെക്കൻഡ് ക്ലോസ് സേസ് എവറി പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ആൻഡ് ഡിറ്റൈൻഡ് ഇൻ കസ്റ്റഡി ഷാൽ ബി പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ നിയറസ്റ്റ് മജിസ്ട്രേറ്റ് വിത്തിൻ എ പീരീഡ് ഓഫ് 24 hours of such arrest, excluding the time necessary for the journey from the place of arrest to the court of the magistrate, and no such person shall be detained in custody beyond the set period with the authority of a magistrate. So, ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മജിസ്ട്രേറ്റിനെ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നുള്ളതാണ്. ഇൻ കേസ് സം കേസസിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് ഹാജരാക്കാനുള്ള ഡിസ്റ്റൻസ് 24 hours അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത്തരം എക്സ്ക്ലൂഷൻ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ക്ലോസ് 3 സേസ് സം സിറ്റുവേഷൻസിൽ ഒരു എക്സെപ്ഷൻ ഉണ്ട് ഇക്കാര്യത്തിൽ. ടു എനി പേഴ്സൺ ഹു ഫോർ ദ ടൈം ബീങ് ഈസ് എൻ എനിമി ഏലിയൻ, ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ അതുപോലെ ഒരു ശത്രുത പക്ഷത്ത് നിർത്തുന്ന വ്യക്തിയാണെങ്കിൽ, അതുപോലെ ടു എനി പേഴ്സൺ ഹു ഈസ് അറസ്റ്റഡ് ഓർ ഡിറ്റൈൻഡ് അണ്ടർ എനി ലോ പ്രൊവൈഡിങ് ഫോർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ, പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കണ്ടീഷനിലാണ് വരുന്നതെങ്കിൽ അവർക്കും ഈ ഒരു 24 hours ഹാജരാക്കണം എന്നുള്ളത് ബാധകമല്ല എന്നുള്ളതാണ് അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ക്ലോസ് 4, 5, 6 എല്ലാം പ്രധാനമായും പ്രിവെന്റീവ് ഡിറ്റൻഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കൽ ഒരു വലിയ രാഷ്ട്രീയ ഉപാധിയായി, രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചിരുന്നു, നെഗറ്റീവ്ലി അതിനെ യൂസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴായി പല ആക്ടുകൾ വരികയും ആ ആക്ടുകൾ പലതും ഇത്തരത്തിൽ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ പരിധിയിലുള്ള ആക്ടുകളാവുകയും കാലങ്ങളോളം ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ
പല ആക്ടുകളും പിൻവലിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഈ ഒരു ആർട്ടിക്കിൾസ് തന്നെ ആർട്ടിക്കിൾ 22 തന്നെ വിവിധങ്ങളായ ക്ലോസുകളുടെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് ഒരു ക്ലോസ് 4 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നോ ലോ പ്രൊവൈഡിംഗ് ഫോർ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഷാൾ ഓതറൈസ് ദ ഡിറ്റൻഷൻ ഓഫ് എ പേഴ്സൺ ഫോർ ലോങ്ങർ പീരീഡ് ദാൻ 3 months അൺലെസ്. ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തിന് പ്രിവെന്റീവ് ഡിറ്റൻഷൻ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയാൽ പരമാവധി 3 മാസം, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ കരുതൽ തടങ്കലിൽ തുടരാൻ കഴിയില്ല. അത് കഴിയുമ്പോഴേക്കും അതിൽ തുടരണമെന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറി ബോർഡിന്റെ ഒരു റെക്കമെൻഡേഷൻ ആവശ്യമാണ്. അതിന് കുറേ പ്രൊസീജിയർ, കുറേ ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ആർട്ടിക്കിൾ 22 ക്ലോസസ് 4, 5, 6, 7 എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഒട്ടേറെ ആക്ടുകൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുണ്ട്. 1950 പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറയുന്ന ആക്ട് ഉണ്ടായിരുന്നു. അത് 1969 എക്സ്പയർ ചെയ്യപ്പെട്ടു. അതുപോലെ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് മിസ, that was repealed in 1978, and also recently in 2002 there were an act, Prevention of Terrorism Act, that was POTA Act, which is also repealed in 2004. So that kind of measures has been taken to avoid political misuse of this kind of legal measures. So അങ്ങനൊരു സിറ്റുവേഷൻസിൽ ഇത്തരം ഈ പ്രിവെന്റീവ് ഡിറ്റൻഷനെ നെഗറ്റീവ്ലി യൂസ് ചെയ്യപ്പെടുകയും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമങ്ങൾ ഉണ്ടാവുകയും ആക്ടുകൾ ഉണ്ടാവുകയും അതെല്ലാം റിപ്പീൽ ചെയ്യപ്പെടുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ആർട്ടിക്കിൾ 22 ആയി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഒരു അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറസ്റ്റ് അല്ലെങ്കിൽ കരുതൽ തടങ്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന അവകാശങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആർട്ടിക്കിൾ 22, that means the 5th article of right of freedom part. So that is in the article 22. Okay, so this is the reference and go through this. Okay, thank you.